നമസ്കാരം, അശോകൻ എന്നാണ് പേര്. ചേർത്തലയിൽ പട്ടണക്കാടാണ് എൻ്റെ സ്ഥലം. അതുകൊണ്ട് തന്നെ ഈ ചാനലിന് പട്ടണക്കാടൻസ് എന്ന് പേരിടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ നാടിനോടുള്ള സ്നേഹം. ഇപ്പോൾ റിട്ടയർമെൻറ്റ് ജീവിതം നയിക്കുന്ന ആളാണ്. ഒരുപാട് ആൾക്കാരൊക്കെ ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഞാനാണ്. ഇപ്പം അതിൻ്റെ ഒരു ശൂന്യതയുണ്ട്. അത് നിങ്ങളുമൊക്കെ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് പോരായ്മ പരിഹരിക്കാമെന്ന് വിചാരിക്കണം. കുക്കിങ്ങിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ട്രാവൽ, സ്കിൽ വർക്ക് അതൊക്കെ ചേർത്തിട്ടൊരു കോംബോയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് ആദ്യം ഒരു ചില്ലി ചിക്കൻ ചെയ്തുകൊണ്ട് തുടങ്ങുകയാണ്. സഹകരിക്കണം. താങ്ക് യു. ചില്ലി ചിക്കന് ആവശ്യമായ സാധനങ്ങളാണ് ചിക്കൻ, സവോള, കാപ്സിക്കം, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക്, സ്പ്രിംഗ് ഓനിയൻ, ലീവ്സ്, വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഇതൊക്കെയാണ്. പിന്നെ സോസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് ചിക്കൻ മാർണിഷ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇടുകയാണ്, മുട്ട ചേർക്കുകയാണ്, കുറച്ച് കുരുമുളക് പൊടി അതിലേക്ക് ഇടുകയാണ് ഞാൻ, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ചേർക്കുകയാണ്. ചില്ലി സോസ് കുറച്ച് ചേർക്കുകയാണ്. കുറച്ച് സോയാ സോസ്, കുറച്ച് മൈദ ചേർക്കണം, കോൺഫ്ലവറും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ചിക്കൻ മാർണിഷ് വെച്ചിട്ടുണ്ട്. ഗ്രേവി ഉണ്ടാക്കാൻ ആവശ്യമായ ചിക്കൻ സ്റ്റോക്കിന് വേണ്ടി ചിക്കൻ്റെ കഴുത്ത്, ചിറക് തുടങ്ങിയ പീസുകൾ ചേർത്ത് ക്യാരറ്റും ഇഞ്ചി ലീവ്സൊക്കെ ചേർത്തിട്ട് സ്റ്റോക്ക് ഉണ്ടാക്കണം. അതിലേക്ക് നീങ്ങുകയാണ്. ഒപ്പം തന്നെ ചിക്കൻ വറുക്കാനുള്ള തയ്യാറെടുപ്പാണ്. അതിനൊരു കുഴിവുള്ള ഒരു പാത്രം വയ്ക്കുകയാണ്. അതിലേക്ക് ആവശ്യമുള്ള എണ്ണപ്പകരിയാണ്, സൺഫ്ലവർ ഓയിലാണ്. ചിക്കൻ വറുത്ത് കഴിഞ്ഞ് നമ്മൾ ഉരുളി വെക്കുകയാണ്. ഗ്രേവി അടിക്കാൻ വേണ്ടി ഉരുളി വെക്കുകയാണ്. ഉരുളി ചൂടായിട്ടുണ്ട്, എണ്ണ ഒഴിക്കുകയാണ്. ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. സവാള ഇടുകയാണ്, പച്ചമുളക് ഇടുകയാണ്, ക്യാപ്സിക്കം ഇടുകയാണ്. പകുതി ക്യാപ്സിക്കാണ്, പകുതി ഇത് കഴിഞ്ഞ് ആവശ്യമുണ്ട്. അതിന് പകുതി അതിൽ ചേർക്കും. നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം, കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം, ടൊമാറ്റോ സോസ് കുറച്ച് ചേർക്കാം, ചെറിയ അളവിൽ സോയാ സോസ് ചേർക്കാം. ഗ്രേവിക്ക് ആവശ്യമായ ചിക്കൻ്റെ സ്റ്റോക്ക് ചേർക്കുകയാണ്. ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി പൊറോട്ട, നല്ല മണവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് പൊറോട്ടയിൽ ചേർത്തിട്ട് കഴിച്ച് നോക്കാം.